Thank you, Lord. അവൻ അത്ഭുതമന്ത്രിയ ദൈവം, നിത്യതാതനാം വീരനാം ദൈവം. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം. ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ഉന്നത ദേവൻ, നീതിയിൽ സൂര്യൻ, രാജാധിരാജനാം മശിഹ. ആഹാ ലേലുയാ, ആഹാ ലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. നല്ല കർത്താവേ, ഈ നല്ല നിമിഷത്തിൽ ഞങ്ങൾ ദൈവപാദപീഠത്തിലേക്ക് അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെ ആത്മാവേ, ഇന്നലെ ഞങ്ങളോട് സംസാരിച്ച, ഞങ്ങളെ സ്പർശിച്ച, ഞങ്ങൾക്ക് ആ സാന്നിധ്യം അറിയിച്ചു തന്ന, ഞങ്ങൾക്ക് ആ മഹത്വം വെളിപ്പെടുത്തിയ ഞങ്ങളുടെ അരുമ ദൈവമേ, ഞങ്ങളുടെ അരുമ പിതാവേ, ഞങ്ങളുടെ സ്നേഹവാനെ, നിത്യശക്തിയുള്ള ദൈവമേ, ഇന്നും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യവും വചനവും അതിൻ്റെ ശക്തിയും ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ. തിരുനാമം മഹത്വപ്പെടത്തക്ക വിധത്തിൽ ദൈവകൃപ വ്യാപരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശക്തിയുടെ ആഴങ്ങൾ ഗ്രഹിപ്പാൻ ഇന്ന് ഈ സഭയ്ക്ക് കൃപ തരണമേ. യേശുവേ, ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ഈ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ ശക്തിയാൽ, വചനത്താൽ, ജീവനാൽ ഇന്നിവർ എന്തവസ്ഥയിൽ, ഏതൊരു മനോഭാവത്തിൽ, ഏതൊരു മാനസികാവസ്ഥയിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു, അതിനകത്ത് ദൈവം ഇവരോട് സംസാരിക്കണമേ. അങ്ങിവരോട് സംസാരിക്കണമേ, അങ്ങിവരോട് സംസാരിക്കണമേ. തിരുനാമം മാത്രം മഹത്വപ്പെടണമേ. തുടർന്ന് കേൾക്കുന്ന ശബ്ദം അങ്ങയുടേത് മാത്രമായിരിക്കണമേ. ആലോചനകൾ അങ്ങയുടേത് മാത്രമായിരിക്കണമേ. ഇൻ ജീസസ് നെയിം, ആമേൻ. എല്ലാ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യൂട്യൂബിലും സൂമിലുമായി വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും ജോയിനായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ശബ്ദത്തിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചോട്ടെ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു വാക്ക് ഇന്നലത്തെ മെസ്സേജിനെ, മീറ്റിങ്ങിനെയും കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഇന്നലത്തെ മീറ്റിംഗ് എത്ര പേർക്ക് അനുഗ്രഹമായി എന്നെനിക്കറിയില്ല. പക്ഷേ 2 പേർക്ക് അതൊരു വല്ലാത്ത അനുഗ്രഹമായി. 2-2-ലധികം പേർക്ക്, ഒരു 3-4 പേരെന്നോട് പേഴ്സണലി എന്നെ അറിയിച്ചു. പക്ഷേ ഇന്നലത്തെ മീറ്റിങ്ങിൽ ദുരാത്മാക്കൾ വരെ വീട്ടിലിളകിയ ഒരു മെസ്സേജായിരുന്നു. നമ്മുടെ മീറ്റിങ്ങിന് ശേഷം ഭയങ്കരമായ ഒരു ഡെലിവറൻസ് ഉണ്ടായി. കാരണം മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, തീയുടെ ഒരഭിഷേകം സ്വർഗം തുറന്ന് നിങ്ങളുടെ മേൽ വീഴുമെന്ന് പറഞ്ഞു. മെസ്സേജിൻ്റെ തുടക്കം മുതൽ തന്നെ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരി ജോലി ചെയ്തുകൊണ്ട് മെസ്സേജ് കേൾക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മെസ്സേജ് തുടങ്ങി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, മെസ്സേജ് തുടങ്ങി 5 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മെസ്സേജ് കേട്ടേ പറ്റൂ. അങ്ങനെ ഞാൻ എന്തിനാണിത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ ദിവസത്തെയും വചനത്തിനകത്ത് തീ ഉണ്ടെന്നുള്ളത് അറിയിക്കാനാണ്. നമ്മളിവിടെ എങ്ങനെയെങ്കിലും ഒരു ദിവസം കാട്ടിക്കൂട്ടി പോവല്ല. അത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഡെയിലി ജോയിൻ ചെയ്യുന്നവർക്കറിയാം. എന്തെങ്കിലും പറഞ്ഞ്, എന്തെങ്കിലും ഡിക്ലെയർ ചെയ്ത്, എന്തെങ്കിലും ചുമ്മാ
സംസാരിച്ചിറങ്ങിപ്പോകുന്നതല്ല. മെസ്സേജ് കഴിയുമ്പോൾ വ്യക്തമായ സാക്ഷ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിനെ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യങ്ങൾ അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അല്പവിശ്വാസികളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ പൂർണ്ണ വിശ്വാസത്തിലേക്ക് കയറി വരട്ടെ എന്നാണ്. ഒരു കാലത്ത് എനിക്കറിയില്ലായിരുന്നു വചനം കേട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഒരു പാസ്റ്റർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടന്നേക്കും. വചനം കേട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒരു മെസ്സേജ് കേട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. പക്ഷേ ഈ വചനം കേട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അനുഭവത്തിൽ എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ ആ ദുർസംശയം എടുത്ത് ദൈവം കളഞ്ഞു. അതുകൊണ്ട് ഓരോ ദിവസത്തെ വചന ശുശ്രൂഷയിൽ പ്രത്യേകതകളുണ്ട്. ഓക്കെ, എനിവേ ഇന്നലെ 5 മിനിറ്റിന് ശേഷം ആ സഹോദരി ഫോണും കൊണ്ട് നേരെ പ്രെയർ റൂമിലേക്ക് പോയി. ആ സമയം മുതൽ ആത്മാവിൻ്റെ തീ അവരുടെ മേൽ പകർന്ന്, ഞാനിവിടെ ആശീർവാദം പറഞ്ഞതും എന്നെ ആ കുടുംബം വിളിച്ചു. കാര്യം എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇങ്ങനെയാണ് എൻ്റെ പാസ്റ്റർ ഈ സെക്കൻഡിൽ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് എൻ്റെ ഉള്ളിൽ പറയും. പ്രാർത്ഥിക്കാൻ വാ തുറന്നതും ഭയങ്കരമായ ഡെലിവറൻസ് അവിടെ ഉണ്ടായി. അടുത്ത സമയം വീഡിയോ കോളിൽ വിളിച്ചു. പൂർണ്ണമായിട്ടും ഒരു ഡെലിവറൻസിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ നടത്തി. ഭയങ്കരമായ ദൈവിക ചലനം. നമുക്ക് വീഡിയോയിൽ നമുക്ക് ഒരു സഹോദരിയുടെ ഡെലിവറൻസ് നമുക്ക് കാണാൻ ഇന്നലെ കഴിഞ്ഞു. അതുകൂടാതെ അവർ വീഡിയോയിലല്ല, യൂട്യൂബിലാണ് നമ്മളെ കണ്ടത്. യൂട്യൂബിൽ കണ്ടപ്പോൾ സംഭവിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സൂമിലാണോ യൂട്യൂബിലാണോ എന്നുള്ളതല്ല, എങ്ങനെ ആ ദൈവവചനത്തെ ഞാൻ അപ്രോച്ച് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ആ വേർഡ് ഏറ്റെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ചലിക്കുന്നത്. ഇന്നും എന്തോ നമ്മുടെ ലൈഫിൽ ആഴമായി സംഭവിക്കാനുണ്ട്. കാരണം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭയങ്കര ചൂട് ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട്. ഭയങ്കര ചൂട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇന്നത്തെ മെസ്സേജിലും അങ്ങനത്തെ തന്നെ ആഴമേറിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. ഓരോ ദിവസവും കർത്താവ് ഭയങ്കരമായ രീതിയിൽ ജനത്തെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. സാക്ഷ്യങ്ങൾ ഇന്നലെ നിങ്ങൾ ഒരു സാക്ഷ്യം കേട്ടു, അതല്ല, ഒരുപാട് സാക്ഷികൾ ഇതിനകത്തുണ്ട്. നമ്മൾ എന്നും സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജിൻ്റെ ഇത് പോകുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ സാക്ഷ്യത്തിന് സമയം കൊടുക്കാത്തത്. പക്ഷേ ഞാൻ അതെല്ലാം എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. അവർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. സോ ഞാൻ ഇന്ന് പറയുന്നു, ഇന്നത്തെ മെസ്സേജിലും നിങ്ങൾ ഇന്നലെ സംഭവിച്ചതിൻ്റെ ഇരട്ടി നിങ്ങൾ പ്രതീക്ഷിക്കുക. വളരെ സുപരിചിതമായ ഒരു വചനമാണെങ്കിലും നിങ്ങൾ വലിയ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുക. എസ്പെഷ്യലി നമ്മുടെ ഫാസ്റ്റിങ്ങിന് ശേഷം കർത്താവ് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാഴമായി ചില വ്യക്തികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് ഈ ദിവസങ്ങളിൽ. ഇന്നും അത് വിശ്വസിക്കുന്നവൻ്റെ മേൽ തീയായും ശക്തിയായും കമാൺ. ഇന്ന് ഞാനത് പ്രാരംഭത്തിൽ തന്നെ കാണുന്നു, ആത്മാവിൽ ഞാനത് അറിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ ചൂട് ഞാൻ ഇവിടെ അറിയുന്നത് പോലെ വിശ്വസിക്കുന്ന പലരുടെയും കുടുംബങ്ങളിൽ ഇന്ന് പകലിൽ, ഇന്ന് ഈ സായാഹ്ന സമയത്ത് ഈ മെസ്സേജിൽ ദൈവം തൊടും. യൂട്യൂബിൽ ആദ്യമായി ഞങ്ങളെ കാണുന്ന എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഇത് എല്ലാ ദിവസവും വൈകുന്നേരം 6:30 മണി മുതൽ 8 മണി വരെ നടക്കുന്ന ഒരു വിർച്വൽ മീറ്റിംഗ് ആണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നാളെ മുതലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു അനുഗ്രഹം പകരുന്ന, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി പറഞ്ഞു തരുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഒരുപാട് ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ദൈവത്താൽ സ്പർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് മനസ്സെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അത് ഞങ്ങൾക്ക് വളരെ ആനന്ദവും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷവും തന്നെ ആയിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്, ഞാനത് വ്യക്തമായി അറിയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം. ഏത് കുഞ്ഞുകുട്ടിക്കും അറിയുന്ന ഒരു ദൈവവചനമാണെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞ വചനമാണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. എസ്പെഷ്യലി ഞാൻ ആദ്യമായിട്ടൊക്കെ ചാറ്റിംഗ് കാണുന്ന ചില വ്യക്തികളുണ്ട്. യൂട്യൂബിൽ ആദ്യമായിട്ടൊക്കെ ഞാൻ കാണുന്നൊരു പേര് ഞാൻ ഉണ്ട്. ആ സഹോദരി ലൈനിലുണ്ടെങ്കിൽ ഇരിക്കുക. കാരണം ഇന്നത്തെ മെസ്സേജിൽ നിങ്ങളുടെ വഴിയായിരിക്കും തുറക്കുന്നത്. കാരണം എന്നോടൊരു മെസ്സേജ് ഞാൻ വായിച്ചായിരുന്നു. അവരുടെ അവസ്ഥ അവർ ടൈപ്പ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നടുവിൽ ഇന്ന് ആ വഴി വെട്ടി തുറക്കപ്പെടും കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ദൈവം ഒരു വഴി വെട്ടി തുറക്കും. കാരണം എൻ്റെ ദൈവം അതാ ഇന്ന് എന്നോട് പറഞ്ഞയക്കുന്ന എല്ലാ കാര്യവും ദൈവം ചെയ്യാറുള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം, അതിൻ്റെ 19-ാമത്തെ തിരുവചനം. 19-ാമത്തെ തിരുവചനം: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിക്കുവാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. ദൈവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വഴി തുറക്കുമ്പോൾ അത് ആ മനുഷ്യനും ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടവർക്കും മാത്രമാണ് വഴി തുറക്കുന്നത് എന്ന് നിങ്ങൾ കരുതരുത്. ദൈവം ഒരു കുടുംബത്തെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് എൻ്റെ മാത്രം വിടുതലിനും എൻ്റെ മാത്രം നന്മയ്ക്കും എൻ്റെ മാത്രം അനുഗ്രഹത്തിനുമാണ് ദൈവം അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ കരുതരുത്. ദൈവം ഒരു മരുഭൂമിയെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആ മരുഭൂമിയിൽ ആരെയൊക്കെ പോഷിപ്പിക്കണമെന്ന്, ആ മരുഭൂമിയിലൂടെ ആരൊക്കെ കടക്കും നടക്കുമെന്ന്, ആ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ ആ മരുഭൂമിയിലെത്തുമ്പോൾ ആർക്കൊക്കെ ദാഹിക്കുമെന്ന്, ആ മരുഭൂമിയിൽ നിന്ന് ആരൊക്കെ കുടിക്കണമെന്ന് ദൈവം വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് അത് തുറക്കാൻ പോകുന്നത്. ഇവിടെ യാക്കോബിനോട് യാക്കോബേ എന്ന് ദൈവം അഭിസംബോധന ചെയ്താണ് ഈ 43-ാമത്തെ പ്രവചന പുസ്തകം ആരംഭിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിന്റെ 43-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേലിന്റെ 10 ഗോത്രങ്ങളെയും അഭിസംബോധന ചെയ്യുന്നത് യാക്കോബേ എന്ന പദം ഉപയോഗിച്ചാണ്. യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ഉപായി അല്ലെങ്കിൽ കുടില ഹൃദയമുള്ളവൻ, കുടില മനസ്സുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഉപായം പ്രയോഗിക്കുന്നവൻ. അപ്പൊ 10 ഗോത്രങ്ങളെയും അഭിസംബോധന ചെയ്താണ് യാക്കോബേ എന്ന പദം ദൈവം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു യാക്കോബിന്റെ കുടുംബത്തിന്, യാക്കോബിന്റെ ഗോത്രത്തിന് മാത്രമല്ല ദൈവം ആ വഴി തുറക്കുന്നത്, അല്ലെങ്കിൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല ദൈവം വഴി തുറക്കുന്നത്. ദൈവം ജാതികൾക്ക് വേണ്ടിയും വഴി തുറക്കുന്ന ദൈവമാണ്. ജാതികൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ദൈവമാണ്. ഇവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ വഴി അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ഈ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ കഴിയും. കാരണം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇസ്രായേൽ മക്കൾ ദൈവത്തെ പ്രൈസ് ചെയ്ത സമയവുമുണ്ട്, കേഴ്സ് ചെയ്ത സമയമുണ്ട്. ദൈവത്തെ സ്തുതിച്ച സമയമുണ്ട്, ദൈവത്തെ ശപിച്ച സമയമുണ്ട്. പിറുപിറുത്ത സമയമുണ്ട്, ആമേൻ പറഞ്ഞ സമയമുണ്ട്. അനുസരിച്ച സമയമുണ്ട്, അനുസരണക്കേട് കാണിച്ച സമയമുണ്ട്. ദൈവത്തെ ആരാധിച്ച സമയമുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിച്ച സമയമുണ്ട്. ഇങ്ങനെ അധികം തെറ്റുകൾ ചെയ്ത ഇസ്രായേൽ ജനത്തോട്, ഒരു മനുഷ്യനും ഒരു ദൈവത്തിനും പൊറുക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്തവരോട് ദൈവം വീണ്ടും 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 മനസ്സലിയുകയും അവരെ തെരഞ്ഞെടുക്കുകയും, ഞാൻ ആ പശ്ചാത്തലം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദൂതിലേക്ക് വരാം. പശ്ചാത്തലം പറയുന്നത് നല്ലതാണ്. വീണ്ടും 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 അവരെ ദൈവം തെരഞ്ഞെടുക്കുകയും വീണ്ടും 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 അവരെ രക്ഷിക്കുകയും വീണ്ടും 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 അവരോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. ഇന്ന് നാം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ദൈവം സംസാരിക്കാൻ തുടങ്ങുകയാണ്. അവൻ മൗനമായിരിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടണം. ഒരു മീറ്റിങ്ങിന് നിങ്ങൾ കയറി ഒരു മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും അവനിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ആ ദൈവത്തിൽ നിന്ന് ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. താങ്കൾ ഭയപ്പെടണം. ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ തുടങ്ങി അവസാനം വരെയും, ആശീർവാദം പറയുന്നതിന് തൊട്ടു മുന്നേ വരെയും ഒരു ഉപമകളിലൂടെ പോലും ദൈവം നിങ്ങളുടെ ഹൃദയത്തെ തൊടുന്നില്ലെങ്കിൽ ഭയപ്പെടണം. എന്നാൽ ഒരു മെസ്സേജ് തുടങ്ങി ആശീർവാദം പറയുന്നതിനകത്ത് ഒരു വാക്കെങ്കിലും ഇന്നത്തെ ഈ മെസ്സേജിൽ, ഈ വാക്ക് എനിക്ക് വേണ്ടി ആയിരുന്നു. ഇന്നത്തെ നമ്മുടെ മെസ്സേജ് അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് എനിക്കുള്ള സന്ദേശം എന്നാണ് ഇന്നത്തെ മെസ്സേജിന്റെ പേര്. പക്ഷെ ഒരു വാക്കെങ്കിലും ഇത് എനിക്കുള്ളതായിരുന്നു എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ
നിങ്ങൾ ദാവീദിനെ പോലെ തുള്ളിച്ചാടി നൃത്തം ചെയ്യാൻ തീരുമാനിക്കുകയും വേണം. ഒരു മെസ്സേജ് തുടങ്ങുമ്പോൾ അതിന്റെ അവസാനം വരെയും ദൈവം നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് യാക്കോബ് ഈ ഇസ്രായേൽ ഗോത്രങ്ങളോട് പറയുന്നു, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യും. പക്ഷേ എന്നെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം, പറഞ്ഞ ദൈവം ചെയ്തിട്ടും ചെയ്തു കിട്ടിയ ജനം ചെയ്തു എന്നറിഞ്ഞില്ല എന്നൊരു വലിയ കാര്യം ഇതിനകത്ത് നടക്കുന്നുണ്ട്. സോ ഞാൻ എന്തായാലും ആ വാക്യം ഒന്ന് വായിക്കാം. 13-ാമത്തെ അധ്യായം മുതൽ വായിക്കാം. 43-ന്റെ വാക്യം മുതൽ. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ദൂത് പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ ഒന്നും ചെയ്തു തരത്തില്ല. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് ആണെങ്കിലും, ഒരു പ്രവചന ശബ്ദമാണെങ്കിലും, ഒരു ബ്രേക്ക് ത്രൂ ആണെങ്കിലും നിങ്ങളോട് പറയാതെ ദൈവം ചെയ്യില്ല. എന്തുകൊണ്ട്? നിങ്ങളോട് പറഞ്ഞെങ്കിലേ നിങ്ങൾ അറിയൂ, നിങ്ങൾ അറിഞ്ഞെങ്കിലേ നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ വിശ്വാസത്തിലൂടെ മാത്രമേ ഈ പുതു നിയമസഭയ്ക്ക് ഈ ഭൂമിയിൽ നിന്നും ദൈവത്തിങ്കൽ നിന്നും എന്തെങ്കിലും ഒന്ന് റിസീവ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൂതിന്റെ ആഴം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്ത് തരാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും. അപ്പോ അമ്മയ്ക്കും അപ്പനും നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഉള്ളതിനേക്കാളും ഒരു വലിയ സ്വാധീനം എന്നെ വീണ്ടെടുത്ത എൻ്റെ ദൈവത്തിന്, നമ്മുടെ ദൈവത്തിന് നമ്മുടെ മേലുണ്ട് എന്ന് ഇതിലും നല്ലൊരു വചനത്തിലൂടെ കർത്താവിന് നമ്മളോട് പറയാനില്ല. ആരോ പറയുന്നു, അമ്മയും അപ്പനും എനിക്ക് വേണ്ടി കരുതിയില്ല, അല്ലെങ്കിൽ അമ്മയും അപ്പനും ഈ ചെയ്തു വെച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, ഞങ്ങൾ സഹോദരങ്ങൾ അനുഭവിക്കുന്നത്, തലമുറകൾ അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അമ്മയ്ക്കും അപ്പനും നിങ്ങളുടെ മേലുള്ള ഹോൾഡിനേക്കാളും ഒരു ഭയങ്കര ഹോൾഡുള്ളൊരു ദൈവമാണ് ഇതാ ഈ പ്രാരംഭ സമയം താങ്കളോട് സംസാരിച്ചു തുടങ്ങുന്നത്. സംസാരിച്ചു തീർന്നിട്ടില്ല, താങ്കളോട് സംസാരിച്ചു തുടങ്ങുന്നത്. കേൾക്കുക. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും. ഞാനൊരു കാര്യം പറയട്ടെ, എന്തിനാണോ എന്തോ എന്നെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചത് എന്ന് പറഞ്ഞവർ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ട്. ഒരു ഉപയോഗവും എന്നെ കൊണ്ട് ആർക്കും ഇല്ലല്ലോ. എല്ലാവർക്കും എന്നെ കൊണ്ടൊരു ബുദ്ധിമുട്ട് മാത്രമാണല്ലോ. എന്നെ കാണുമ്പോൾ എല്ലാവരും കയറി കഥകടക്കുകയാണല്ലോ, എന്റെ കോള് കാണുമ്പോൾ കട്ട് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു ശാപം പിടിച്ച ജന്മവും ജനനവും ആണല്ലോ, ഞാൻ ഈ ഭൂമിയിലേക്ക് വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം കേഴ്സ് ചെയ്യുന്ന വ്യക്തികൾ എന്നെ കാണുന്നുണ്ട്. പക്ഷെ അവരോട് കർത്താവ് പറയുന്ന ഒരാലോചന ഞാൻ നിങ്ങളെ വചനത്തിന്റെ അടിസ്ഥാനത്തിലും വചനത്തിന്റെ തെളിവോടുകൂടെയും അറിയിക്കുകയാണ്. മോളെ, നിന്റെ ഇഷ്ടത്തിലല്ല നീ ഈ ഭൂമിയിൽ വന്നേ. നിന്റെ അമ്മയുടെയും അപ്പന്റെയും ഇഷ്ടത്താലുമല്ല നീ ഈ ഭൂമിയിലേക്ക് വന്നേ. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരണമെന്നുള്ളത് നിങ്ങളുടെ അമ്മയുടെയും അപ്പന്റെയും ഇഷ്ടത്തെക്കാൾ ഉപരി നമ്മുടെ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവത്തിനൊരു പദ്ധതി നിന്നെക്കുറിച്ചുണ്ടെങ്കിൽ അത് ഈ ഭൂമിയിൽ നിന്നിലൂടെ നിവർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്, സ്വർഗത്തിലല്ല. ഈ ഭൂമിയിൽ നിന്നിലൂടെ നിവർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പദ്ധതിയെ ഇന്ന് രാത്രി ദൈവം നിന്നെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയം നീ പൂർണ്ണമായി സമർപ്പണത്തോടുകൂടെയും സബ്മിസീവായിട്ടും നീ ഇരിക്കുകയാണെങ്കിൽ, ആ ഒരു സറണ്ടറിങ് മനോഭാവത്തോടുകൂടെ, മൈൻഡ് സെറ്റോടുകൂടെ നീ ഇരിക്കുകയാണെങ്കിൽ, എനിക്കും നിങ്ങൾക്കും പ്രവചിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി സ്വർഗത്തിലെ ദൈവം ഇന്നലെ പലരുടെയും മേൽ തീ ഇറക്കി അവരുടെ ബാധകളെ ദൈവം ഒഴിച്ചതുപോലെ നിന്റെയും ലൈഫിൽ ഇതുവരെയും നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈ ലാൻഡിന്റെ അനുഭവങ്ങൾ മാറിപ്പോകാൻ പോകുന്നു. ഈ വചനത്തിനകത്ത് ആത്മാവ് ശക്തമായി ചിലരോട് സംസാരിക്കുന്നു. 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്നെ സൃഷ്ടിച്ചവനും. നിന്നെ സൃഷ്ടിച്ചവന് മാത്രമേ നിന്റെ ആ മാനുഫാക്ചറിങ് ക്വാളിറ്റിയെ വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. നിന്നെ എന്തിനു സൃഷ്ടിച്ചു, എങ്ങനെ സൃഷ്ടിച്ചു, എത്ര സമയത്തിൽ സൃഷ്ടിച്ചു, ഏത് സമയം സൃഷ്ടിച്ചു, എന്തിനു സൃഷ്ടിച്ചു,
എന്തിനു വേണ്ടി സൃഷ്ടിച്ചു, ആരാൽ സൃഷ്ടിച്ചു, ഇതെല്ലാം വ്യക്തമായിട്ട് അറിയുന്നത് നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ ദൈവത്തിനാണ്. ഒരിക്കലും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും നിങ്ങൾക്കൊരു ജന്മം തരാൻ കഴിയും, പക്ഷെ നിങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുകയില്ല. നിങ്ങളെക്കുറിച്ച് പ്രവചിക്കാൻ കഴിയുകയില്ല. അവർക്ക് ആഗ്രഹിക്കാം, എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ വളർത്തി വലുതാക്കി ഇന്ന ഘട്ടത്തിൽ ഇന്ന പൊസിഷനിൽ എത്തിക്കണം, ആഗ്രഹിക്കാം. പക്ഷെ ആഗ്രഹം സാധ്യമായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആഗ്രഹിക്കാം, എനിക്കൊരു മോളുണ്ട്, അവളെക്കുറിച്ച് എനിക്ക് ഭയങ്കര പദ്ധതിയാ, ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ. പക്ഷെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ മോളുണ്ടായപ്പോഴേ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ എനിക്ക് വേണ്ടി കരുതുന്നതാകയാൽ എൻ്റെ സകല ചിന്താകുലവും മക്കളെക്കുറിച്ചാണോ, ഭർത്താവിനെ കുറിച്ചാണോ, സഭയെ കുറിച്ചാണോ, കുടുംബത്തെ കുറിച്ചാണോ, ഭാവിയെ കുറിച്ചാണോ, എന്താണെങ്കിലും അവൻ എനിക്കായി കരുതുന്നതാകയാൽ ഇന്ന് അങ്ങനെ കരുതൽ അനുഭവിക്കാൻ കൊതിയോടെ ഇരിക്കുന്ന ദൈവമക്കൾ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. കരുതൽ അനുഭവിക്കാൻ കൊതിയോടിരിക്കുന്ന, പക്ഷെ കരുതപ്പെടുന്നില്ല, അവഗണിക്കപ്പെടുന്നു, ഒഴിവാക്കപ്പെടുന്നു, റിജക്ഷൻസ് അനുഭവിക്കുന്നു, ഡിപ്രഷൻസ് അനുഭവിക്കുന്നു, സിക്നസ് അനുഭവിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേർ ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയട്ടെ, നിങ്ങളുടെ അമ്മയ്ക്കും അപ്പനും നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, പക്ഷെ നിന്നെ കുറിച്ച് പ്രവചിക്കാൻ കഴിയില്ല. നിന്റെ 10 വയസ്സിൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല, 12 വയസ്സിൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല, 22 വയസ്സിൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല, 40 വയസ്സിൽ എന്താകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പലരോടും പറയുന്നു, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനും, നിന്റെ ജില്ലയിൽ നിന്നെ അയച്ചവന്, നിന്റെ കുടുംബത്തിൽ നിന്നെ ഉരുവാക്കിയവന്, നിന്റെ ഫാമിലിയിൽ നിന്നെ എഴുന്നേൽപ്പിച്ചവന്, നിനക്കൊരു ജീവൻ തന്നവന്, നിനക്കൊരു ത്വക്ക് തന്നവന്, നിനക്ക് കണ്ണ് വെച്ച് പിടിപ്പിച്ചവന്, നാവ് വെച്ച് പിടിപ്പിച്ചവന്, കൈകാലുകൾ തന്നവന്, നീ എങ്ങോട്ട് പോകുമെന്നറിയാം, നീ എന്ത് ചെയ്യുമെന്നറിയാം, നീ എന്ത് ചിന്തിക്കുമെന്നറിയാം, നീ എന്ത് കൊതിക്കുമെന്നറിയാം. യെസ്, ഇന്ന് രാത്രിയിൽ നമ്മുടെ രക്തബന്ധങ്ങൾക്ക് പോലും, എന്തിനേറെ പറയുന്നു, നമ്മളെല്ലാവരും അമ്മ എന്നും അപ്പ എന്നും വിളിക്കുന്നവർക്ക് പോലും എന്റെ ജീവിതത്തിൽ ഒരു മാർഗദർശിയാകാൻ കഴിയാതിരിക്കുമ്പോൾ, പലരും നമ്മുടെ ജീവിതത്തിൽ മാർഗമുടക്കികളാകുമ്പോൾ, പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ മാർഗ തടസ്സമായി നിൽക്കുമ്പോൾ, നിന്നെ സൃഷ്ടിച്ച, നിന്നെ നിർമ്മിച്ച എന്റെയും നിന്റെയും ദൈവത്തിന്, എന്റെയും നിങ്ങളുടെയും ദൈവത്തിന് നമ്മൾ എന്താകുമെന്നും എന്താകണമെന്നും വ്യക്തമായി പ്രവചിക്കാൻ കഴിയും. ഇന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ കർത്താവ് അത് പലരുടെയും ലൈഫിൽ റിവീൽ ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ടു ജീസസ്. ഞാൻ ഒരു പ്രവചന ശബ്ദം ഇന്ന് കർത്താവ് എനിക്ക് തന്ന ബോധ്യത്തോടെ ഞാൻ പറയുന്നു, എന്നതായാലും ഇന്നത്തെ ഈ മെസ്സേജിൽ ചിലത് ഉത്ഭവിക്കും. കർത്താവിനോട് പറഞ്ഞ വാക്കാണ്, ഉത്ഭവിക്കും. ഇന്നലെ പറഞ്ഞു ദൈവത്തിന്റെ കൈ, മിനിങ്ങാന്ന് കർത്താവ് പറഞ്ഞു ദൈവത്തിന്റെ കൈ എന്ന് ഇതുപോലെ തുടക്കത്തിൽ പറഞ്ഞു. കർത്താവിന്റെ കൈ പലരും മിനിങ്ങാന്ന് കണ്ടു. ഇന്നലെ കർത്താവ് പറഞ്ഞു തീയുടെ ഒരു അഭിഷേകം, അത് പലരുടെയും ജീവിതത്തിൽ ഡെലിവറൻസ് ആയി മാറി. ഇന്ന് കർത്താവ് പറയുന്നു ഉത്ഭവിക്കും. ദൈവത്തിന്റെ ആത്മാവ് അത് ശക്തമായി നമ്മുടെ ലൈഫിൽ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ പൊന്നു കുഞ്ഞെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മോട് ആരും സംസാരിക്കാതിരിക്കുമ്പോൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ദൈവം. നമ്മളോട് ആരും നമ്മുടെ അവസ്ഥകൾക്ക് ഉത്തരം പറയാതിരിക്കുമ്പോൾ ഉത്തരം പറയാൻ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ ദൈവം. കാരണം എപ്പോഴും നമ്മൾ ഈ ഭൗമിക മനുഷ്യനായതുകൊണ്ട് നമ്മുടെ ചെവിയും നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ഈ ഭൂമിയുമായിട്ടാണ് എപ്പോഴും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവശബ്ദം കേൾക്കത്തക്ക വണ്ണത്തിൽ നമ്മൾ വളരാൻ ആഗ്രഹമുണ്ടെങ്കിലും വളരുന്നില്ല. ഈ ഭൂമിയിൽ ഒരു ഭയങ്കര സൈലൻസ് അനുഭവിക്കുമ്പോൾ മാത്രമേ സ്വർഗത്തിൽ നിന്നുള്ള ഇമ്പസ്വരം നമുക്ക് പലപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ പലരും നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കാതെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ദൈവം നമ്മോട് മന്ദസ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന ഒറ്റപ്പെടലും, ഇപ്പോൾ നിങ്ങൾ ഈ അനുഭവിക്കുന്ന സൈലൻസും, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന റിജക്ഷൻസും ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സമയമാണ്. ദൈവത്തിന് നിങ്ങളോട് ചില കാര്യങ്ങൾ, ഒരു നീക്കുപോക്കിനെ കുറിച്ചും ഒരു ഷിഫ്റ്റിനെ കുറിച്ചും നിങ്ങളോട് അറിയിക്കാൻ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഡേ ആണ് ഇന്നത്തെ ദിവസത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഈ മെസ്സേജിനും ഭയങ്കര പ്രത്യേകതയുണ്ട്.
ഇന്നത്തെ ഈ മീറ്റിങ്ങിനും ഭയങ്കര പ്രത്യേകതകൾ ഉണ്ടാകാൻ പോകുന്നു. കേട്ടെ, സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. ഭയമുണ്ടാകുന്ന അനുഭവങ്ങളും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഭയപ്പെടേണ്ട. കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ ഏതിൻ്റെയോ അകത്ത് കുടുങ്ങിപ്പോയ, ഏതിൻ്റെയോ അകത്ത് അകപ്പെട്ടുപോയ, ഏതിൻ്റെയോ അകത്ത് കെണിയിൽ പെട്ടുപോയ ഒരു വ്യക്തിയെ ശക്തി സ്രോതസ്സുകളോടുകൂടെ വീണ്ടും വലിച്ച് ജീവിതത്തിലേക്കും ജീവനിലേക്കും എടുക്കുന്ന അവസരവുമാണ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. കടഭാരത്തിൽ കുടുങ്ങിപ്പോയ വ്യക്തികൾ ഇതിനകത്തുണ്ട്. പാപത്തിന്റെ അകത്ത് കുടുങ്ങിപ്പോയ വ്യക്തികൾ ഇതിനകത്തുണ്ട്. പാപ സ്വഭാവത്തിൽ അടിമപ്പെട്ടുപോയ വ്യക്തികൾ ഇതിനകത്തുണ്ട്. ആത്മീയ പുരോഗതിക്ക് ആഗ്രഹിച്ചിട്ടും കഴിയാത്തതുപോലെ പല മാളത്തിനകത്തും തലപെട്ടുപോയവർ ഇതിനകത്തുണ്ട്. പക്ഷെ കർത്താവ് പറയുന്നു, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ പറയുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പക്ഷേ ഈ സത്യം എനിക്കറിയാത്തടുത്തോളം കാലം എൻ്റെ തലമാളത്തിനകത്ത് തന്നെ ആയിരിക്കും. എൻ്റെ തല മാളത്തിനകത്ത് തന്നെ ആയിരിക്കും. മാളം പൊളിച്ച് കർത്താവ് തല വലിച്ചു പുറത്തെടുത്തു എന്ന് അറിഞ്ഞിട്ടും കണ്ണു തുറക്കാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇപ്പോഴും ആ മാളത്തിനകത്താന്നാണ് എൻ്റെ ധാരണ. എൻ്റെ തലയും എൻ്റെ കണ്ണും എൻ്റെ മൂക്കും എൻ്റെ വായു എല്ലാം ആ മാളത്തിനകത്ത്. പക്ഷെ നീ ഒന്ന് കണ്ണു തുറന്ന നിനക്കറിയാൻ പറ്റും, മാളത്തിനകത്തുള്ള ഇരുട്ട് ഇപ്പോൾ ഇല്ല. നീയും ഞാനും മാളത്തിനകത്താന്ന് ചിന്തിക്കുമ്പോഴാണ് മാളത്തിന്റെ ഇരുട്ട് എന്നെ ഭയപ്പെടുത്തുന്നത്. ആ വങ്കിനകത്തുള്ള സൈലൻസ് എന്നെ ഭയപ്പെടുത്തുന്നത്. അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ചില കമ്പനങ്ങൾ എന്നെ ഭയപ്പെടുത്തുന്നത്. പക്ഷെ ആരോ വന്ന് ആ മാളം പൊളിച്ച് തല വലിച്ചു പുറത്തേക്ക് എടുത്തിട്ട് കണ്ണു തുറക്കാതിരിക്കുന്നുണ്ട്. പറയും, ഇപ്പോഴും ഞാൻ ഇരിക്കുന്നിട ഇരുട്ട, ഇപ്പോഴും ഞാൻ ഇരുട്ടിന്റെ അകത്ത്, ഇപ്പോഴും ഞാൻ അന്ധകാരത്തിനകത്ത, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, കണ്ണു തുറക്കാൻ കഴിയുന്നില്ല, കണ്ണു തുറക്കാൻ പേടിയാ, ഇരുട്ട എന്ന് പറയും. പക്ഷെ കുഞ്ഞേ, ഈ മെസ്സേജ് ഒരു വശത്തുനിന്നേ നിന്റെ മാളം പൊളിച്ചു തുടങ്ങുവാകട്ടെ. നിന്റെ ഇരുട്ടിന്റെ അനുഭവം ഒരു വശത്തുനിന്നേ കർത്താവ് പൊളിച്ചു തുടങ്ങുക. ഈ മെസ്സേജിന്റെ അവസാനം നിന്നെ വലിച്ചു പുറത്തെടുക്കുന്ന ഒരു സമയമാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം. നിന്നെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ആരെങ്കിലും ആകാനൊക്കെ ഒത്തിരി ശ്രമിച്ച്, ആരെങ്കിലും ഒക്കെ അംഗീകരിക്കാൻ ശ്രമിച്ചിട്ട് പലരും റിജക്ട് ചെയ്യുന്നതിന്റെ കാര്യം ഇപ്പൊ പിടികിട്ടിയോ? എത്ര സ്നേഹിച്ചിട്ടോ അവരെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്തതിന്റെ കാര്യം പിടികിട്ടിയോ? ഓൾറെഡി നിങ്ങൾ ബുക്ക്ഡാന്നേ. നിങ്ങൾ ഓൾറെഡി ബുക്ക്ഡാ. ഈ ബുക്ക്ഡായിരിക്കുന്നതിനെ പിന്നെയും ഒരു വ്യക്തി സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്കിഷ്ടം എപ്പോഴും ദൈവസ്നേഹത്തെക്കാളും കാണാതെ നമ്മൾ അനുഭവിക്കുന്ന സ്നേഹത്തെക്കാളും കണ്ടുകൊണ്ട് അനുഭവിക്കുന്ന സ്നേഹമാണ് കൂടുതൽ നമുക്ക് ഇഷ്ടം. പക്ഷേ ഒരാത്മതലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഭൂമിയിൽ നിന്നുള്ള ശബ്ദ തരംഗങ്ങളെ നിയന്ത്രിക്കുകയും ആത്മാവിൽ നിന്ന് വരുന്ന ശബ്ദ തരംഗങ്ങളെ റിസീവ് ചെയ്യാൻ അവൻ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഭൂമിയിലെ ശബ്ദങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഭൂമിയിലെ കടക്കാരുടെ മുറവിളികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പരിഹാസങ്ങളും ഭീഷണികളും നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഭൂമിയിലെ വ്യക്തികളുടെ വാക്കുകൾ നിങ്ങളെ വ്യസനിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഭൂമിയിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ നിങ്ങളെ അലോസരപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയും വരെ മാത്രമേ ഭൂമിക്ക് ചെയ്ത് നിർത്താൻ കഴിയത്തുള്ളൂ. എന്നാൽ അതിൻ്റെ മുകളിൽ നിനക്കൊരു വഴിവെട്ടി തുറന്നു തരുന്നൊരു ദൈവം ഉണ്ടോ എന്ന് ഇന്ന് രാത്രിയിൽ ആത്മാവ് ചിലരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഭയങ്കരമായ ദൈവസാന്നിധ്യം വ്യക്തികളെ സ്പർശിക്കുകയാണ്. ആഴമായ ദൈവസാന്നിധ്യം.
അതായത് ഇന്നത്തെ ഒരു ശബ്ദം ഭൂമി പിളർന്നും വരും, സ്വർഗം തുറന്നും വരും. ഭൂമി പിളർന്നും വരും, സ്വർഗം തുറന്നു വരും. ആത്യന്തികമായ ഈ മെസ്സേജിന്റെ ഉദ്ദേശം നിന്റെ ലൈഫിൽ ഭൂമിയിൽ നിന്നും ചിലത് ഉളവാകുക, സ്വർഗത്തിൽ നിന്നും ചിലത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം. കാരണം ഇവിടെ നമുക്ക് കാണുന്നത് ദൈവം വഴി തുറക്കുമെന്ന് പറഞ്ഞ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത് മരുഭൂമിയാണ്. മരുഭൂമി ഭൂമിയിലുള്ളതാണ്. ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നദികളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് ഭൂമിയിലുള്ളതാണ്, അത് ഭൂമിയിലുള്ളതാണ്. പിന്നെയോ യോർദാനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഭൂമിയിലുള്ളതാണ്. പാറയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഭൂമിയിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നും നിനക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അരുളപ്പാട്, ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. അത് ഭൂമിയിലാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. കാരണം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരം മുഴുവനും നസറയനായ യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും എന്റെയും നിങ്ങളുടെയും ലൈഫിൽ ചെയ്യുന്നതിനു മുന്നേ അവന് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ വീണ്ടും പറഞ്ഞു, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്യുന്നതിനു മുന്നേ ദൈവം സംസാരിക്കും. നിനക്ക് ആരെങ്കിലും ഉണ്ടെന്ന് അറിയണ്ടേ? നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫെയ്ത്തിലൂടെയാണ് അത് സംഭവിക്കാൻ തുടങ്ങുന്നത്. ഈ മെസ്സേജ് പ്രയോജനം ചെയ്യുന്നത് ഫെയ്ത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ്. നിങ്ങൾ ഈ ഭൂമിയിലുള്ള വ്യക്തി ആയതുകൊണ്ട് അവൻ ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങൾക്കായി ചെയ്യും. നിങ്ങളൊരു ആത്മീയനായതുകൊണ്ട് ആത്മീയമായ നിലവാരത്തിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച ഭൗമികമായി നിങ്ങളെ ഞെരുക്കുന്നതിനകത്ത് ഇന്ന് ചിലത് ഉത്ഭവിക്കുമെന്നാണ് നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചത്. ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പ്രൈസ് ടു ജീസസ്. ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ പേര് പലരും മറന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസനെ വിളിച്ചു. എനിക്ക് നന്നായിട്ട് അറിയാം, അദ്ദേഹത്തിന്റെ മൊബൈലിൽ എൻ്റെ നമ്പറുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അയക്കുന്ന മെസ്സേജസ് ഒക്കെ അദ്ദേഹത്തിന് റിസീവ് ആകുന്നുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ അയക്കുമ്പോൾ അദ്ദേഹം അത് കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യം എല്ലാം കേട്ടിട്ട് പറയാണ്, അല്ല എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല. അദ്ദേഹത്തിന് എന്നെയും അറിയാം, എന്നെ അദ്ദേഹത്തിനും അറിയാം. ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിന് മുന്നേ അദ്ദേഹത്തിന്റെ ഫോണിൽ എൻ്റെ പേര് സേവ് ചെയ്തതുമാണ്. അപ്പൊ പറയാൻ അല്ലേ എനിക്ക് ആരാണെന്ന് മനസ്സിലായില്ല, ഒന്ന് മനസ്സിലാക്കി തരാമോ ആരാണെന്ന്? നോക്കിക്കേ, ഒരേ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികൾ പോലും പരസ്പരം അറിയില്ല ഭാവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ മനഃപൂർവ്വമായി മറന്നു കളയുകയോ മറന്നു പോകുകയോ ചെയ്യുമ്പോൾ, ഈ ഭൂമിയിൽ ഇത്രയും കോടി ജനങ്ങൾ ഉണ്ടായിട്ടും ഈ ഇത്രയും കോടി ജനങ്ങളിൽ നിന്ന്, 300 കോടി ജനങ്ങളിൽ നിന്ന്, 3000 കോടി ജനങ്ങളിൽ നിന്ന് ഒരു വ്യക്തിയെ മാറ്റി നിർത്തി ഇവന്റെ പേരെന്നാന്ന് ചോദിച്ചാൽ വള്ളി പുള്ളി തെറ്റാതെ പറയുന്നൊരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഞാൻ വായിച്ചാൽ എൻ്റെ പേര് അറിയാവുന്ന പറയുന്നത്, നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ പേര് അറിയാവുന്ന പറയുന്നത്. നമ്മുടെ പേരും അഡ്രസ്സും വരെ ചില വ്യക്തികൾ മറന്നുപോകും. പക്ഷേ എൻ്റെ പേര് മറക്കാത്ത, ഞാൻ താമസിക്കുന്ന ഇടം മറക്കാത്ത, എൻ്റെ കുടുംബ അംഗങ്ങളെ മറക്കാത്ത, എൻ്റെ മക്കളുടെ പേര് മറക്കാത്തൊരു നല്ല ദൈവം ഇന്ന് രാത്രിയുണ്ട്. ആ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ നിർജ്ജന പ്രദേശത്ത് വഴിയൊരുക്കാമെന്ന് തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞത്. ആ ദൈവമാണ്. ഞാൻ വഴി ഒരുക്കാം. തയ്യാറാണോ? ദൈവം ഒരുക്കുന്ന വഴിയെ നടക്കാൻ തയ്യാറാണോ? നമുക്കൊക്കെ വേണ്ടി പല വഴികളും വെട്ടി മനുഷ്യരിട്ടു. നീ ഇതിലൂടെ പോകത്തുള്ളടി, നീ ഇതിലൂടെ പോകത്തുള്ളടാ, നീ ഇങ്ങനെ പോകത്തുള്ളടാ, നീ ഇത്രേ ഉയരത്തുള്ളടാ, ഇത്രേ വളരത്തുള്ളടാ എന്നൊക്കെ പറഞ്ഞ് പലരും വഴിവെട്ടി, വാക്കുകൊണ്ട് വഴിവെട്ടി. ഞാൻ ആത്മാവിൽ പ്രവചിച്ചോ പറയുന്നു, അവരുടെ വാക്കുകൊണ്ട് നിനക്ക് പെരുവഴി വെട്ടിയ വഴിയെ ദൈവം ഇന്ന് രാത്രി ബ്ലോക്ക് ചെയ്യുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ഒരു പുതുവഴി ഇന്ന് രാത്രി ഓപ്പൺ ചെയ്യും. അവരും ശബ്ദത്തിലൂടെയാണ് നിന്റെ ജീവിതത്തിൽ ഒരു ദോഷവഴി വെട്ടിയതെങ്കിൽ, അവരും ശബ്ദത്തിലൂടെയാണ് നിങ്ങളുടെയും എന്റെയും ജീവിതത്തിൽ ഒരു മരണവഴി വെട്ടിയതെങ്കിൽ, അവരും ശബ്ദത്തിലൂടെയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പരാജയത്തിന്റെ വഴി വെട്ടിയതെങ്കിൽ, അവരും ശബ്ദങ്ങളിലൂടെയും വാക്കുകളിലൂടെയുമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ചയുടെ വഴി വെട്ടി തുറന്നു വച്ചതെങ്കിൽ, ഇന്ന് അതുപോലെ അതിനേക്കാളും പ്രകമ്പനം കൊള്ളിക്കുന്ന ദൈവശബ്ദം എന്റെയും നിങ്ങളുടെയും ഉച്ചം തലമേൽ
ആമേൻ ആമേൻ പകർന്നുകൊണ്ട് സംസാരിക്കുകയാണ്. നിർജ്ജന പ്രദേശത്ത് ഞാനൊരു പുതുവഴി ഒരുക്കും. ഇന്നത്തെ ദിവസം അങ്ങനത്തെ ദിവസമാണ്. നിർജ്ജന പ്രദേശത്ത് ഞാൻ ഒരു പുതുവഴി ഒരുക്കും. ആമേൻ. നിർജ്ജന പ്രദേശത്ത്, ഒരു വ്യക്തി പോലും ഇല്ലാത്ത പ്രദേശത്ത്, സഹായിക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാത്ത പ്രദേശത്ത്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്ത്, ഒരു ഈച്ച കുഞ്ഞുപോലും നിങ്ങളെ സഹായിക്കാനില്ലാത്ത ആ നിർജ്ജന പ്രദേശത്ത് തമ്പുരാൻ ഒരു വഴി വെട്ടി തുറക്കുന്ന ഒരു ദിവസമാണ്. എന്നോട് കർത്താവ് പറയുന്നു, ആ പ്രദേശത്ത് മറഞ്ഞിരിക്കുന്നതും മറച്ചു കളയുന്നതുമായ ശബ്ദങ്ങളെ ദൈവം ഇന്ന് രാത്രി ഛേദിക്കുകയാണ്. അത് നിങ്ങൾക്ക് വരേണ്ടതാണെങ്കിൽ അത് മറച്ചു വെക്കുന്ന ശബ്ദങ്ങൾ ദൈവം ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് വരേണ്ട ഓഹരിയാണെങ്കിൽ അത് മറച്ചു വെക്കുന്നതിന് ദൈവം ബ്രേക്ക് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വരേണ്ട സ്ഥാനമാണെങ്കിൽ അത് മറച്ചു വെക്കുന്നതിന് ദൈവം ബ്രേക്ക് ചെയ്യുന്നു. ഉത്ഭവിക്കാൻ തുടങ്ങുകയാണ്. 7:36 ചിലത് ഉത്ഭവിച്ചു തുടങ്ങുകയാണ്. ആമേൻ ആമേൻ ആമേൻ. ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംസാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അരുളപ്പാട് നൽകിയിട്ട് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കുമെന്ന് അബ്രഹാമിനോട് സംസാരിച്ചിട്ട് അവനെ വലിയൊരു ജാതി ആക്കിയുള്ളൂ. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കുമെന്ന് സംസാരിച്ചിട്ട് ദൈവം അത് ചെയ്തുള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കർത്താവ് ദൈനംദിനം ഈ പ്ലാറ്റ്ഫോമിലൂടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ചിലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നയോളം ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു. ഇന്നലെയും ദൈവം പറഞ്ഞത് ദൈവം ചെയ്തു. ഇന്നും ദൈവം പറഞ്ഞത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെയും ദൈവം പറഞ്ഞത് ദൈവം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ പലരെയും കർത്താവ് സ്പർശിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജിൽ ആത്മാവ് തൊട്ടു തുടങ്ങുകയാണ്. ഈ സമയം മുതൽ ആമേൻ ഡ്രൈ ലാൻഡുകൾ ദൈവത്തിന്റെ ആത്മാവ് ഭൂമി തുറന്ന് അതിനകത്ത് നനവ് തരികയാണ്. പ്രാർത്ഥിച്ചു തുടങ്ങി എല്ലാവരും അന്യഭാഷ പ്രാപിച്ച് എല്ലാവരും അന്യഭാഷയിൽ സ്തുതിച്ചു തുടങ്ങുക. ഒരു ഭയങ്കര ഓപ്പണിങ്സ് ലൈഫിൽ നടക്കാൻ പോകുകയാണ്. ഒരു ഭയങ്കര ഓപ്പണിങ്സ്, റീ ഓപ്പണിങ്, ഒരു വീണ്ടെടുപ്പ്, ഒരു വീണ്ടെടുപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പാപത്തിനകത്ത് കുടുങ്ങിപ്പോയ വ്യക്തികളെ എത്ര തന്നെ കാലും കയ്യുമിട്ട് അടിച്ചിട്ടും കയറി വരാൻ കഴിയാത്ത അടിമത്തത്തിനകത്ത് കിടക്കുന്നവരെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഞാൻ പേര് ചൊല്ലി വിളിച്ചൊരു വ്യക്തി നീ ആയകൊണ്ട് നിന്നെ ഞാൻ ഇന്ന് വീണ്ടെടുക്കുകയാണ്. ഈ സന്ദേശത്തിലൂടെ യേശു നിന്നെ വീണ്ടെടുക്കുകയാണ്. നിന്നെയും എന്നെയും പേർ ചൊല്ലി വിളിച്ച ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് കയ്യും കാലും ഇട്ടടിച്ചിട്ട് കയറി വരാൻ കഴിയാത്ത കയത്തിലേക്ക് ഇന്ന് രാത്രി ഒരു കരമിറങ്ങി വരുന്നു. പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ബ്രേക്ക് ത്രൂ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവ് പലരെയും തൊടുന്നുണ്ട്. കർത്താവ് പറയുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. മുങ്ങത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ, പക്ഷെ അടുത്തത് പറയുന്നു, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. 2 കാര്യങ്ങളെ വ്യക്തമായി ഇതിനകത്ത് ആത്മാവ് പറഞ്ഞിരിക്കുന്നു. 1 വെള്ളം, 2 തീ. വെള്ളം കവിയുന്നതും തീ ദഹിപ്പിക്കുന്നതുമാണ്. 2 ചത്തു, 2 ആയാലും ചത്തു. വെള്ളം കവിയുന്ന സ്വഭാവമാണ്, തീ ദഹിപ്പിക്കുന്ന സ്വഭാവം. വെള്ളം ശ്വാസം മുട്ടിക്കുന്ന സ്വഭാവമാണ്, തീ പൊള്ളിക്കുന്ന സ്വഭാവം, ഉരുക്കികളെ. എന്നാൽ വെള്ളവും തീയും അതിന്റെ 2ന്റെയും അകത്ത് പെട്ടാൽ നമുക്കൊന്നും കാണാനും പറ്റത്തില്ല. ഇരുളിന്റെ അവസ്ഥയായിപ്പോ. തീക്കകത്ത് കയറിയാൽ തീയുടെ അനുഭവമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് വെളിയിലുള്ളതൊന്നും കാണാതെ തീ നിന്നെ മറയ്ക്കും. നിന്റെ കണ്ണുൾപ്പെടെ തീയും മറയ്ക്കും. വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാലും നിങ്ങൾക്ക് പുറത്തൊരു വ്യക്തി കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരിക്കുന്ന കാണാനൊക്കത്തില്ല. അത് നിന്റെ അവസ്ഥയും അത് തന്നെ ആയിരിക്കും. ഇരുളല്ലെന്നേ ഉള്ളൂ. തീയും ഇരുളല്ല, വെള്ളവും ഇരുളല്ല. പക്ഷെ വെള്ളത്തിനകത്തൊന്ന് തല മുക്കി വെച്ചേ, അന്നേരം അറിയാം എന്തായിരിക്കും അവസ്ഥ. പ്രകാശമാണെങ്കിൽ, പ്രകാശം മീൻസ് നിങ്ങൾക്ക് എല്ലാം ബ്ലർ ആയിരിക്കും, ഒന്നും കാണാനൊക്കെ, ഒന്നും വിഷൻസ് ക്ലിയർ അല്ല. നമ്പർ 2, തീക്കകത്ത് നമുക്ക് ഭയങ്കര സ്വർണ്ണ രസമായിരിക്കും, സ്വർണ്ണമായിരിക്കും കാണാനൊക്കെ,
പക്ഷെ നിനക്ക് ഒരു ഇമേജ് ക്ലാരിറ്റി ഉണ്ട്, പൊള്ളുന്ന അനുഭവമായിരിക്കും. തീയും വെള്ളവും. കർത്താവ് പറയുന്നു, മോളെ നീ നദിയിൽ കൂടെ കടക്കും, മുങ്ങത്തില്ല എന്ന് പറയുന്നില്ല. കർത്താവ് പറയുന്നു, ഞാൻ നദിയിലും കൂടിയിരിക്കും. നീ വെള്ളത്തിൽ കൂടെ കടക്കും, അത് നിന്റെ മേൽ വെള്ളത്തിൽ കൂടെ കടക്കും. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയും ഇല്ല, അഗ്നിജ്വാല ദഹിപ്പിക്കുകയും ഇല്ല. പക്ഷേ നദിയുണ്ട്, വെള്ളമുണ്ട്, തീയുണ്ട്. മൂന്നും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ട്. ഒരുപക്ഷെ അത് ദൈനംദിനം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വൺസ് ഇൻ എ വൈൽ നിങ്ങൾക്കത് അനുഭവപ്പെട്ടുകൊണ്ട്, എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ നദിയുടെയും വെള്ളത്തിന്റെ അവസ്ഥയുണ്ട്, തീയുടെയും അവസ്ഥയുണ്ട്, എന്റെയും ജീവിതത്തിലുണ്ട്. പക്ഷെ അത് വൺസ് ഇൻ എ വൈൽ ആയിരിക്കാം, അല്ലെങ്കിൽ അത് റെഗുലർ ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷെ റെഗുലറായി ആ അവസ്ഥയും ആ ശ്വാസം മുട്ടലും ആ ബ്ലർനെസ്സും ആ ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയിലൂടെയും ഉത്തരം കിട്ടാത്ത അവസ്ഥയിലൂടെയും പൊള്ളുന്ന അവസ്ഥയിലൂടെയും ശ്വാസം മുട്ടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരോട് ഞാൻ പറയട്ടെ, റെഗുലറായി ആ പ്രശ്നത്തിൽ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റെഗുലറായി ഇതേ ദൈവം നിന്റെ കൂടി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. മോനെ, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ, നദിയിൽ കൂടെ കടന്നാൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഡെയിലി നിങ്ങൾ ആ പ്രശ്നത്തിലേക്ക് പോകുന്നതും ഒറ്റയ്ക്കല്ല, വൺസ് ഇൻ എ വൈൽ നിങ്ങൾ പോകുന്നതും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നൊരു ദൈവം. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്നേ മുങ്ങിച്ചതേനെ, സത്യമല്ലേ? എന്നേ മുങ്ങിച്ചതേനെ, പേര് പോലും പറയാൻ ഇന്ന് ഭൂമിയിൽ ഉണ്ടാകുകയില്ല. എന്റെയൊക്കെ ജീവിതം അങ്ങനെ ആയിരുന്നു കേട്ടോ, എന്റെയൊക്കെ ജീവിതം അങ്ങനെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തും ഇറങ്ങി വരാൻ കെൽപ്പ് മനസ്സുണ്ടെന്നുള്ളത്, ജീർണിച്ച് നാറുന്ന അനുഭവത്തിൽ ദൈവം ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ജീർണിച്ച് നാറുന്ന ഒരു അനുഭവത്തിൽ കർത്താവിന് വെള്ളത്തിലും ഇറങ്ങാം, തീയിലും ഇറങ്ങാം, ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ നീന്തൽ അറിയാമെങ്കിൽ എനിക്കും ഇറങ്ങാം, വെള്ളത്തിലും നദിയിലും എനിക്കും ഇറങ്ങാം. പക്ഷെ ജീർണിച്ച് നാറുന്ന ഒരു അനുഭവത്തിൽ മൂക്കുപൊത്താതെ ഒരു മനുഷ്യനെ ഇറങ്ങി ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവിടെയും ഇറങ്ങി വന്ന് എന്റെയും നിങ്ങളുടെയും ഫേവറിന് വേണ്ടി ചെയ്യുന്നൊരു ദൈവം, അതിന്റെ എൻ്റെ ആയിരുന്നു ആ കല്ലറയുടെ ഉള്ളിലേക്ക്, ആ ജീർണിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് ജീവനും ശക്തിയും തന്നൊരു ദൈവം. ഓക്കെ, ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. എനിവേ, ആത്മാവ് പറയുന്നു രണ്ട് കാര്യങ്ങൾ. നമ്പർ 1, വെള്ളം മുക്കിക്കളയുന്നത്, ശ്വാസം വീർപ്പ് മുട്ടിക്കുന്നത്, തീ ദഹിപ്പിച്ച് കളയും. ഇതാണ് വെള്ളത്തിന്റെയും തീയുടെയും സ്വഭാവം. ഞാൻ ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, നിന്നെ വീർപ്പ് മുട്ടിച്ചുകൊണ്ട് പൊള്ളിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ കാണത്തില്ല. അതിൻ്റെ നടുവിൽ കൂടെ ഉള്ളവൻ ആരാണെന്ന് ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് താഴോട്ട് എന്താ പറയുന്നതെന്നൂടെ നമുക്ക് നോക്കാം. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിച്ച് കളയുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെബയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാ. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. ദൈവം നിങ്ങളെ സ്നേഹിച്ചു പോയെങ്കിൽ നിന്റെ എത്ര വലിയ തെറ്റും ദൈവം പൊറുക്കും കുഞ്ഞെ. നീ അനുഭവിക്കേണ്ടതും നീ ചുമക്കേണ്ടതുമായ സകലത്തെയും വേദപുസ്തകം പറയുന്നു മറുവിലയായി കൊടുത്ത ഒരു ദൈവം. ഇതൊരു വേറെ ലെവലിലേക്ക് ഈ മെസ്സേജ് പോവാണ്. ഇതെല്ലാം നിങ്ങളെ അറിയിച്ചിട്ടും അരുളി ചെയ്യിച്ചിട്ടുമാണ് ഇന്ന് നിങ്ങളുടെ പെരുവഴി ദൈവം നിങ്ങളുടെ നിർജ്ജന പ്രദേശത്തൊരു വഴി ദൈവം തുറക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ദൈവം അറിയിക്കും, അറിയിച്ചിട്ട് കർത്താവ് അത് ചെയ്യും. വചനം പറയുന്നു, ഞാൻ നിന്നെ വിലയേറിയവൻ. എനിക്കൊന്നും ഒരു വിലയും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. എന്റെയൊക്കെ ജീവിതത്തിൽ ഒരു വിലയുമില്ല. അർഹതപ്പെട്ട സ്ഥാനം പോലും കിട്ടാത്തൊരു മനുഷ്യനാണ് ഞാൻ. അർഹതപ്പെട്ട അംഗീകാരം പോലും കിട്ടാത്തൊരു വ്യക്തിയാണ് ഞാൻ.
ആർക്കും വേണ്ടാത്തൊരു വ്യക്തി. പക്ഷേ എന്നെ ഈ വചനം ഇത് എന്നോടുള്ള ദൂതാന്ന് ഞാൻ അറിയുന്നുണ്ട്. ഒത്തിരി വട്ടം എന്നോട് സംസാരിച്ചൊരു ദൈവമാണ്. എൻ്റെ യെശയ്യാ പ്രവചനത്തിലൂടെ കർത്താവ് ഒത്തിരി വട്ടം എന്നോട് സംസാരിച്ചിട്ടുള്ളത് നിന്നെ വിലയേറിയവനും മാന്യനും. അപ്പൊ കർത്താവ് അങ്ങനെ പറയുമ്പോഴും ഞാൻ അവിടെ ഒരു വിലയും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ കരുണയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ സാമ്പത്തിക സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് അവരുടെ കരുണ കുറഞ്ഞു പോയാൽ നിങ്ങൾ പട്ടിണിയാകുന്ന ഒരു അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അവരൊന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പാർപ്പിടമില്ലാത്ത അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് നിങ്ങളെ കണ്ടേക്കുന്നത് വിലയേറിയവനും മാന്യനുമായിട്ടാണ്. നമ്മൾ ആരുടെയെങ്കിലും മുമ്പിൽ ഒന്ന് കൈനീട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ മാന്യത പോയി, അന്ന് വരെ അവനുണ്ടാക്കിയ ഇമേജ് പോയി. നമ്മൾ ആരോടെങ്കിലും ഒന്ന് സഹായം ചോദിച്ചാൽ പിന്നെ തീർന്നു, പിന്നെ ആയുസ്സിൽ നമ്മളെ കണ്ട് അവർക്കൊരു പുച്ഛമായിരിക്കും. അപ്പോ ഇവിടെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കുന്നു. കർത്താവിന്റെ കൗണ്ടിനകത്ത് പെട്ട എത്ര പേരുണ്ട് ഇന്ന് രാത്രി ഇതിനകത്ത്? ദൈവത്തിന്റെ എണ്ണത്തിൽപ്പെട്ട എത്രയോ പേർ ഇന്ന് ഇതിനകത്തുണ്ട്. വിലയേറിയവനും മാന്യനും. പലരുടെയും അപമാനങ്ങൾ ഇന്ന് രാത്രി ക്യാൻസലാകും. അവമാനത്തിന്റെ കാരണങ്ങൾ ക്യാൻസലാകും. നിങ്ങളുടെ വില കുറച്ചു കളയുന്ന സംഗതികൾ ഇന്ന് രാത്രി ക്യാൻസലാകും. നിങ്ങളുടെ വില പോകുന്ന കാര്യങ്ങൾ ഇന്ന് രാത്രി ക്യാൻസലാകും. ഞാനത് ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. ഇന്നത്തെ ഈ മെസ്സേജ് കർത്താവ് ഒരു ബഹുജനത്തിന് ബഹുനിശ്ചയത്തോടെ കൈമാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയ്ക്കും വിലയ്ക്കും നിങ്ങൾക്ക് വിലയുള്ളവനും മാന്യനുമാകാനുള്ള ക്വാളിറ്റി നിങ്ങൾക്കുണ്ടായിട്ടും പലരുടെയും വാക്കുകൊണ്ട് അവമാനത്തിന്റെ വഴിവെട്ടി തുറന്നും പലരുടെയും വാക്കുകൊണ്ട് മാന്യത കുറയ്ക്കുന്നതും വില ലഭിക്കാത്തതുമായ വഴി വെട്ടിത്തുറന്ന് വെച്ചിരിക്കുന്ന അവരുടെ വാക്കിനു മീതെ എൻ്റെ ദൈവത്തിന്റെ വാക്കിറങ്ങുകയാണ്. ഞാൻ നിന്നെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയിരിക്കുന്നു. കുഞ്ഞെ, ദൈവത്തിന്റെ സൈന്യത്തിനകത്ത് നിന്നെ എണ്ണിച്ചേർത്ത കാര്യം എന്നാന്നറിയാമോ? നിന്നെ ആരൊക്കെയോ കൂട്ടത്തിൽ നീ എണ്ണി വേർപെടുത്തി കളഞ്ഞു. നിന്നെ ആരൊക്കെയോ കൂട്ടത്തിൽ നീ എണ്ണി മാറ്റി നിർത്തിക്കളഞ്ഞു. പുള്ളിക്കാരനെ കൂട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പുള്ളിക്കാരന് ശുശ്രൂഷയില്ല, പുള്ളിക്കാരന് ക്വാളിറ്റി ഇല്ല, പുള്ളിക്കാരന് ലാംഗ്വേജ് ഇല്ല, പുള്ളിക്കാരന് വാക്കിൽ സംസാരിക്കാനുള്ള ചടുലതകളില്ല, പുള്ളിക്കാരന്റെ കയ്യിൽ പണമില്ല, പ്രശസ്തിയില്ല, കൂട്ടില്ല, ഓർഗനില്ല, മറ്റതില്ല, മറിച്ചതില്ല എന്ന് പറഞ്ഞ് പലരും എണ്ണത്തിൽ നിന്ന് നിങ്ങളെ എണ്ണി മാറ്റി നിർത്തിയപ്പോൾ ദൈവത്തിന്റെ സൈന്യത്തോടു കൂടെ നിന്റെ പേരിനെ ദൈവം എണ്ണി ചേർക്കുന്നത് നീ വിലയേറിയവനും മാന്യനുമാണ് എന്നുള്ള നാമത്തിലാണ്. പുള്ളിക്കാരന് ഒരു കാലത്ത് പ്രശസ്തി ഉണ്ടായിരുന്നു, അന്ന് പുള്ളിക്കാരന്റെ കൂടെ ആളുണ്ട്. പുള്ളിക്കാരന്റെ കൂടെ ഒരു ദിവസം ഒരു കാലത്ത് നിൽക്കാൻ ടീം ഉണ്ടായിരുന്നു, അന്ന് പുള്ളിക്കാരന് ശുശ്രൂഷയുണ്ട്. പുള്ളിക്കാരന്റെ കൂടെ ഒരു കാലത്ത് ജയ് വിളിക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നു, അന്ന് പുള്ളി എല്ലാവർക്കും വേണം. പുള്ളിക്കാരന്റെ എന്തെങ്കിലും കിട്ടും. പക്ഷെ ഇപ്പൊ ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ എണ്ണി തിട്ടപ്പെടുത്തി മാറ്റി നിർത്തുമ്പോ നിന്റെ പേര് അവരുടെ മൊബൈലിൽ വന്നാലും സ്ക്രോൾ ചെയ്ത് അവർ മാറി മറ്റൊരു പേരിലേക്ക്, വിലയുള്ളവനും ലോകം മാന്യനുമായി എണ്ണുന്നവനിലേക്ക് നറുക്കു വീഴുമ്പോ ഇന്ന് രാത്രി ചിലരെ നോക്കി ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ലോകവും മനുഷ്യനും എണ്ണി മാറ്റി നിർത്തിയ നിന്നെ ദൈവത്തിന്റെ സർവ്വസന്നാഹത്തോടുകൂടെ ദൈവം എണ്ണി കേറ്റുകയാണ്. പലരുടെയും വാക്കുകളെ പ്രതി നിങ്ങളെ എണ്ണി അകറ്റി നിർത്തിയെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നിന്നെ തെരഞ്ഞെടുക്കുന്ന സമയമാണ്. നിന്നെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ ദൈവത്തിന്റെ കൂട്ടത്തോടുകൂടെ ചേരാൻ പോകുന്നു. ദൈവത്തിന്റെ പ്രൊവിഷനിലേക്ക് ദൈവം നിന്നെ വലിച്ചടിപ്പിക്കുകയാണ്. ഇല്ലാത്തത് വിളിച്ചു വരുത്തുന്ന ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിച്ചവന്റെ അരികിലേക്ക് അടുപ്പിക്കുകയാണ്. ഒറ്റപ്പെട്ടും എണ്ണി മാറ്റി നിർത്തപ്പെട്ടവരെയും കർത്താവിന്റെ കൈത തേടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. Oh Jesus, Araba Salkaraba, Varnichida, Vaku Porae, Varnichida, Navu Porae, Varnichida, Vaku Porae. വർണ്ണിച്ചിട നാവു പോരായേ,
അങ്ങെന്നെ സ്നേഹിക്കുന്നതോർത്ത, അങ്ങെന്നെ മാനിക്കുന്നതോർത്ത, അങ്ങെന്നെ സ്നേഹിക്കുന്നതോർത്ത, അങ്ങെന്നെ മാനിക്കുന്നതോർത്ത, ഞാൻ പാടും, ഞാൻ വാഴ്ത്തും എൻ യേശുവേ. ഞാൻ പാടും, ഞാൻ വാഴ്ത്തും എൻ യേശുവേ. എണ്ണി മാറ്റി, എണ്ണി അകറ്റി, എണ്ണി ഒഴിവാക്കി മാറ്റി നിർത്തിയിരിക്കുന്നവരെ ദൈവത്തിന്റെ സൈന്യത്തോടുകൂടെ ദൈവം ചേർക്കുന്ന ഒരു രാത്രിയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിലാണ് ഈ വഴി തുറക്കപ്പെടാൻ പോകുന്നത്. കേൾക്കുക, ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നത് 43:19 പറയുന്നു, 43:19 പറയുന്നു, 18 പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ടൈം സഹിതം ദൈവത്തിന്റെ ആത്മാവ് ചിലരെ അറിയിക്കുകയാണ്. ടൈം സഹിതം ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുകയാണ്, ഇപ്പോൾ ഉത്ഭവിക്കും, ഇപ്പോൾ ഉത്ഭവിക്കും. അത് നിന്റെ ആത്മാവിൽ തിരിച്ചറിഞ്ഞെങ്കിലേ നിങ്ങളുടെ ഭൗമിക ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതൊരു ഡാം ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദൈവ ശബ്ദം കേൾക്കുമ്പോൾ അത് നിന്റെ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാവ് അള്ളിപ്പിടിച്ചില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തു. നമ്മൾ പ്രാപിക്കുന്നതാണ് നമ്മുടെ ലൈഫിൽ റിവീലാക്കപ്പെടുന്നത്, വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ റിസീവ് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിൽ എവിഡൻസ് ആയി കാണുന്നത്. നമ്മൾ വിശ്വസിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ റിസൾട്ടുകളായി കാണുന്നത്. പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? അതുകൊണ്ടല്ലേ നിങ്ങൾ പ്രാപിച്ചത്. അന്യഭാഷയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടും സ്കൂളിൽ പോയി പഠിക്കുവാണോ ചെയ്തേ? അന്യഭാഷ ഉണ്ടെന്ന് വിശ്വസിച്ച, അത് പക്ഷെ എങ്ങനെയാണ്, എവിടെയാണ്, ഏത് രീതിയിലാണ്, എന്താണ് അതിന്റെ ഭാഷ നിങ്ങൾ അറിഞ്ഞിട്ടല്ലല്ലോ, പക്ഷെ നിങ്ങൾ വിശ്വസിച്ചു, അത്ര മാത്രമേ ചെയ്തുള്ളൂ. അന്യഭാഷയുടെ തുടക്കം എന്താണ്, ഒടുക്കം എന്താണ്, നടുവിൽ എന്താണ്, ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട അന്യഭാഷ എന്താണ്, ഇന്ന വിഷയത്തിൽ പ്രാർത്ഥിക്കേണ്ട അന്യഭാഷ എന്താണ്, നിങ്ങൾ അറിഞ്ഞോ? ഇല്ല. പക്ഷെ അന്യഭാഷയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചു. വിശ്വസിക്കുന്നതിന് മുന്നേ നിങ്ങൾ അത് കേട്ടു. നിങ്ങൾ ആരും അമ്മയുടെ വയറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവുണ്ടേ എന്ന് അറിഞ്ഞിട്ടല്ല വന്നത്. നമ്മൾ ഈ ഭൂമിയിൽ വന്നു, ആരൊക്കെയോ പറഞ്ഞു, ആരൊക്കെയോ പറയുന്നത് കേട്ടു, ആരൊക്കെയോ ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ടു, കേട്ടു, നമ്മൾ അങ്ങനെ അറിഞ്ഞു. ഇന്ന് രാത്രിയിലും ഞാൻ ആ ദൂതാണ് നിങ്ങളോട് പറയുന്നത്. ദൈവം ചെയ്യാൻ പോകുന്നത് ആദ്യം ദൈവം പറയും. ഇത് പറഞ്ഞിരിക്കുന്ന സമയമാണ്. ദൈവം ചെയ്യാൻ പോകുന്നത് പറഞ്ഞിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തമ്പുരാൻ പറയുന്നതെല്ലാം ചെയ്യുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കേൾക്കുക, കേൾക്കുക. ദൈവം ഇന്നും പറയുന്നത് പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ അത് പ്രാപിച്ചതുപോലെ, പ്രാപിച്ചത് നിങ്ങൾ അന്യഭാഷയായി റിസൾട്ടായി വെളിപ്പെട്ടു വരുന്നത് പോലെ, ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശത്തിനകത്ത് നിങ്ങളുടെ ആത്മാവ് കേറി പിടിക്കാതെ ഒന്നും കാണാനൊക്കത്തില്ല. ഓ ആണോ? ദൈവം മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്തൊരു വഴി ഒരുക്കുമോ? ഓക്കെ, ആമേൻ, സംഭവിക്കട്ടെ. അങ്ങനെ പറഞ്ഞിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇത് വെളിപ്പെടുന്നതിനേക്കാളും ഇത് ആത്മദാഹത്തോടെ ചാടി പിടിക്കുന്നവന്റെ ജീവിതത്തിൽ ഇത് വെളിപ്പെടും. ആത്മശക്തിയാൽ ഞാൻ കാണുന്നുണ്ട് പലരെയും പരിശുദ്ധാത്മാവ് ശക്തിയോടെ തൊട്ടു തുടങ്ങുന്നത്. ദൈവം തൊട്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഉത്ഭവിക്കാനുള്ള ആയുധം ദൈവം വെച്ചു എന്നാണ് അർത്ഥം. അത് കുഴിക്കാനുള്ള ആയുധം ദൈവം വെച്ചു എന്നാണ് അർത്ഥം. നിങ്ങൾ കുഴിച്ച കിണറിൽ വെള്ളം ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത മറുപടി, അതിന്റെ താഴെ പാറയാന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത മറുപടി വെടിമരുന്നേ ഉള്ളൂ, തമരുന്നേ ഉള്ളൂ, വേറൊന്നില്ല. അയ്യോ പാറയല്ലേ, എന്നാ പിന്നെ ഈ 5-6 ദിവസം കൊണ്ട് കുഴിച്ച കിണറ് അങ്ങ് മൂടിയേക്കാം എന്നൊന്നും ആരും പറയാറില്ല.
കിണർ കുഴിച്ചു, പാറ എന്നാണെങ്കിൽ അടുത്ത തമരുന്നേ ഉള്ളൂ അതിൻ്റെ അടുത്ത വാക്ക്. അത് പൊട്ടിച്ചാലും വെള്ളം കണ്ടേ പറ്റൂ. ഇന്ന് രാത്രി കുഴിച്ചിട്ടുണ്ടെങ്കിൽ നീ വെള്ളം കാണും സഹോദരി. കുഴിച്ചിട്ടുണ്ടെങ്കിൽ നീ വെള്ളം കാണും. അതിന് ബോംബ് വെക്കണോ തമര് വെക്കണോ എന്നൊക്കെ കർത്താവ് തീരുമാനിക്കും. ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രിയിൽ ആത്മാവ് പലരെയും തൊടുകയാണ്. ഇന്ന് ഇല്ലാത്തതുള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം നിങ്ങളുടെ ലൈഫിലെ പാറകളെ ദൈവത്തിന്റെ കയ്യിൽ പൊട്ടിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് അത് ചെയ്യും. കേൾക്കുക, വചനം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാം. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം, കുതിര, സൈന്യം, ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കയില്ല. അവർ കെട്ടുപോകുന്നു, വിളക്കുതിരി പോലെ കെട്ടുപോകുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ചോദ്യം ഇതാണ്. ദൈവം ഇത്രയും സംസാരിച്ചിട്ടും ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ, ദൈവം ഇത്രയും ഇടപെട്ടിട്ടും ഇപ്പോഴും ഗ്രഹിക്കാത്തവരുണ്ടെങ്കിൽ, ദൈവം ഇത്രയും ഉറപ്പ് തന്നിട്ടും വിശ്വസിക്കാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ, ദൈവം ഇത്രയും ആലോചന പറഞ്ഞിട്ടും അനുഭവിക്കാൻ കഴിയാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ, ദൈവം ഇത്രയും നിങ്ങൾക്ക് ഷുവർട്ടി തന്നിട്ടും കാണാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അത് തെളിയിക്കാൻ. നിങ്ങളത് അറിയുന്നില്ലയോ? അപ്പൊ കേട്ടെ, അറിയാതെ, ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇഷ്ടമല്ല. ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്ന് വരുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. എന്നോട് പറയാതെ എൻ്റെ ദൈവം ഒന്നും ചെയ്യത്തില്ല. വചനമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ, അബ്രഹാമിനോട് പറയാതെ ദൈവം ഒന്നും ചെയ്തില്ല. പുറപ്പാടിൽ മോസസിനോട് പറയാതെ ദൈവം ഒന്നും ചെയ്തില്ല. എൻ്റെ വീട്ടിൽ എന്നോട് പറയാതെ എൻ്റെ തമ്പുരാൻ ഒന്നും ചെയ്യാറില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ എന്നോട് പറയാതെ എൻ്റെ ദൈവം ഒന്നും ചെയ്യാറില്ല, ഒന്നും അനുവദിക്കാറില്ല, ഒന്നും കൊണ്ടുവരാറില്ല. അതൊരു ഭയങ്കര ചങ്ങാത്തമാണ്. ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചങ്ങാത്തമാണ്. അതിനെ കൂട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ എബ്രായർ പറയുന്നു, കൂട്ടുകാരിൽ പരമായി എന്നൊരു പദം കിടപ്പുണ്ട്. കൂട്ടുകാർക്കൊക്കെ നമുക്ക് തരാൻ കഴിയുന്ന സന്തോഷത്തിന്, കൂട്ടുകാർക്ക് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനത്തിനൊക്കെ എത്ര ചങ്കും കരളുവാന്ന് പറഞ്ഞാലും പരിമിതിയുണ്ട്. അവർക്ക് നമ്മളിലേക്ക് എത്തിപ്പെടാൻ ഒരു പരിമിതിയുണ്ട്, നമുക്ക് അവരിലേക്ക് എത്തിപ്പെടാൻ ഒരു പരിമിതിയുണ്ട്. പക്ഷെ കൂട്ടുകാരിൽ പരമായി ഇന്ന് രാത്രിയിൽ ആ ചങ്ങാത്തം എനിക്കും എൻ്റെ ദൈവത്തോടും കൂടെ ഉണ്ടാവണം. ഉത്ഭവിക്കുമെന്ന് പറഞ്ഞതിനകത്ത് ഇന്ന് അതും കൂടെ ഉത്ഭവിക്കട്ടെ. ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ളൊരു ഭയങ്കര ചങ്ങാത്തം. അബ്രഹാമേ, നിന്നോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യുമോ? മോശേ, ഒരു കൂട്ടുകാരനെ പോലെ നീയും ഞാനും ആയിരിക്കുന്നു. നിന്നോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യും. അവസാനം പ്രണയം കൂടി അവസാനം ദൈവത്തെ കണ്ടേ പറ്റൂ എന്നൊരവസ്ഥ വരെ മോസസ് എത്തി എന്നുള്ളതാണ്. അതൊരു ഭയങ്കര ദൂതാണല്ലോ. ദൈവത്തെ കണ്ടേ പറ്റൂ. അങ്ങനെ ഉണ്ട്. ദൈവമേ, നീ എൻ്റെ വിഷയത്തിൽ ചെയ്തേ പറ്റൂ. അതൊരു ഭയങ്കര ഫ്രീഡമാണ്. ചെയ്യാവോ കർത്താവേ? ചെയ്തേക്കുമോ? ചെയ്യുമോ? ആ അവസ്ഥയിൽ നിന്ന് ചെയ്തേ പറ്റൂ. അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു വിട്ടുകൊടുക്കലാണ്. ഇട്ടുകൊടുക്കലുമാണ്. പക്ഷെ അത് ആ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ആകരുത്. ഒരു വിട്ടുകൊടുക്കലും ഇട്ടുകൊടുക്കലുമാണ് എന്ന് വെച്ചാൽ, ഇതിനകത്ത് ദൈവം ചെയ്താലേ ഒരു പൂർണ്ണതയും പൂർത്തീകരണവും ഉണ്ടാകൂ എന്നുള്ളൊരു തിരിച്ചറിവ്. മക്കളെ ഉപദേശിച്ചില്ലേ? ഇട്ടുകൊടുക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറാണോ? കാരണം നമ്മുടെ വാക്കിൽ അവർ കേട്ടില്ലല്ലോ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാണ്. വിട്ടുകൊടുക്കാനും ഇട്ടുകൊടുക്കാനും തയ്യാറാണോ കർത്താവിന്റെ സന്നിധിയിലേക്ക്? നമ്മൾ അവരുടെ കയ്യിൽ പിടിപ്പിച്ചു കൊടുക്കുന്ന സാധനം വേറെയാണ്. നമ്മൾ അവരൊന്ന് സൈലന്റ് ആകാൻ വേണ്ടി അവരുടെ കൈ പിടിപ്പിച്ചു കൊടുക്കുന്ന സാധനം വേറെ. അവരൊന്ന് മുതിർന്നു കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ വേദന മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ആവശ്യവും നമുക്ക് ചർച്ച ആവശ്യവും മരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കുഴിച്ചിടാനല്ല. നമുക്ക് ദൈവത്തെ ആവശ്യം ജീവിച്ചിരിക്കുമ്പോൾ ആനന്ദത്തോടെ ഇരിക്കാനാണ്. നമുക്കൊരു ചർച്ച എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ബർത്ത്ഡേ വന്ന് പ്രാർത്ഥിക്കാനല്ല. നമുക്കൊരു ചർച്ച എന്തിനാന്ന് ചോദിച്ചാൽ കൂട്ടായ്മയുടെ മഹത്വം അനുഭവിക്കാനാണ്.
ഗ്ലോറി ടു ഗോഡ്. ജീസസ്. നമുക്കൊരു ഒരു ഒരു നമ്മുടെ ഈ വിർച്വൽ മീറ്റിംഗിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് കേട്ടൊന്ന് ബലപ്പെടുക, നോ, അതല്ല. നിങ്ങൾ ക്രിസ്തുവിന്റെ തലയോളം വളരുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇത് രാത്രി എത്ര പേർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്? നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങൾക്കുള്ളതെല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ആത്മാവ് പുതിയതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, പണ്ടുള്ളതിനെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുക പോലും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. He is going to do something for you. He is going to do an extraordinary things for you. Are you? If you believing it, definitely you will be receiving it. Abarakataba. In the name of Jesus. ആ ഉത്ഭവിക്കാനുള്ളവരെ എൻ്റെ യേശു തൊടാൻ ആഗ്രഹിക്കുന്നു. ആ പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം വിലയേറിയവനും ദൈവം മാന്യനുമായി എണ്ണി എടുത്തിരിക്കുന്നവരെ. ഇന്ന് ഇത്രത്തോളം ജനം ഈ യൂട്യൂബിലുണ്ട്, ഇത്രത്തോളം ജനം ഈ സൂമിലുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ മെസ്സേജ് സ്പെഷ്യലാണ്. ദൈവത്തിന്റെ ക്രിയേഷനാണ് ഇന്നത്തെ മെസ്സേജിലൂടെ ചെയ്യാൻ പോകുന്നത്. ദൈവത്തിന്റെ ക്രിയേഷനാണ് ഇന്നത്തെ മെസ്സേജിലൂടെ ചെയ്യാൻ പോകുന്നത്. പ്രവാചകന്മാർ പ്രവചിച്ചു, പലതും സംഭവിച്ചിട്ടുണ്ടാകില്ല, പക്ഷെ ദൈവം പ്രവചിച്ചതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. പ്രവാചകൻ പ്രവചിച്ചാൽ, ഞാനൊക്കെ പ്രവചിച്ചാൽ ചിലപ്പോൾ അടുത്ത മാസമോ അടുത്ത വർഷമായിരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ദൈവം പ്രവചിച്ചാൽ അതിപ്പോൾ എന്നേ ദൈവത്തിന് പറയാൻ അറിയത്തുള്ളൂ. അത് ഇപ്പോൾ. കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തെ ഉറക്കം കഴിഞ്ഞിട്ടല്ല പലതും ഉണ്ടായത്. ആ സെക്കൻഡിൽ ഉളവായി വന്നു. കമോൺ. ആ സെക്കൻഡിൽ ഉളവായി വന്നു. ദൈവം നിങ്ങളുടെ മേലൊരു ഇംപാർട്ടേഷൻ ആഗ്രഹിച്ചാൽ അത് 2 ദിവസം കഴിഞ്ഞല്ല കാണുന്നത്, അത് ഉടനെ നിങ്ങളുടെ ലൈഫിൽ കാണും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? നിന്റെ അറിവിലൂടെയേ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ കടഭാരം ദൈവത്തിന് നിഷ്പ്രയാസം എടുത്തു മാറ്റാൻ കഴിയും. നിങ്ങളത് അറിയുന്നില്ലയോ? നിന്റെ പാപ സ്വഭാവം ദൈവത്തിന് നിഷ്പ്രയാസം എടുത്തു മാറ്റാൻ കഴിയും. നിങ്ങളത് അറിയുന്നില്ലയോ? നിന്റെ സ്ഥാനം തട്ടിപ്പറിക്കുന്നവനെ, ആ മിസ്രയീമ്യരെ, ആ സെബയനെ ദൈവം പിടിച്ച് അങ്ങോട്ടേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. നീ അത് അറിയുന്നില്ലയോ? നിന്നെ എണ്ണി മാറ്റി നിർത്തപ്പെടുന്നവരെ ദൈവം കൈകളിൽ എടുക്കും. നീ അത് അറിയുന്നില്ലയോ? നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ചയ്ക്ക് കാരണമായവനെ ദൈവം തൊടും. നീ അത് അറിയുന്നില്ലയോ? നിന്നെ ദൈവം സ്നേഹിക്കുന്നു. നീ അത് അറിയുന്നില്ലയോ? യേശു നിന്നെ കാണുന്നു. നീ അത് അറിയുന്നില്ലയോ? നിന്റെ നദി സമാനമായ യാത്രകളിൽ, വെള്ളക്കെട്ടിന്റെ അനുഭവങ്ങളിൽ ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നു. നീ അത് അറിയുന്നില്ലയോ? നീ തീയിലൂടെ കടന്നു പോകുമ്പോഴും അഗ്നിജ്വാലയുടെ അനുഭവത്തിനകത്ത് പെട്ടുപോകുമ്പോഴും ദൈവം നിന്റെ കൂടെ ഇരിക്കുന്നു. നീ അത് അറിയുന്നില്ലയോ? അറിയുന്നില്ലെങ്കിൽ, അറിഞ്ഞിട്ടില്ലെങ്കിൽ, അറിയത്തക്ക പോലെ കർത്താവ് എന്നെയും നിങ്ങളെയും ഇന്ന് രാത്രി തൊടും. അറിയത്തക്ക പോലെ ഉത്ഭവിപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് ദൈവം അറിയിച്ചു തരും. കണ്ണുകൾ അടയ്ക്കുക, ഹൃദയം വിട്ടുകൊടുക്കുക. യൂട്യൂബിലുള്ള ദൈവമക്കൾ, നിങ്ങൾ ഉൾപ്പെടെ കണ്ണുകൾ അടച്ച് ഹൃദയം വിട്ടുകൊടുത്ത് വിട്ടുകൊടുക്കുക. നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ടായിരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവരൊന്ന് കാണണം. ഒരു എണ്ണി തിട്ടപ്പെടുത്തൽ എന്ന് സംഭവിച്ചു. ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ദൈവത്തിന് എന്നിൽ ചിലത് ചെയ്യാൻ, എൻ്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിൽ എൻ്റെ ദൈവത്തിന് നീരൊഴുക്കാൻ പദ്ധതിയുണ്ട്. എൻ്റെ ജീവിതത്തിലെ പാറകളുടെ അനുഭവങ്ങളിൽ ദൈവത്തിന് അത് പിളർന്ന് വെള്ളം തരാൻ പദ്ധതിയുണ്ട്. കേൾക്കുക,
നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. കേൾക്കുക, വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത, കൈയുണ്ടെങ്കിൽ പ്രവർത്തിക്കാത്ത, സ്തോത്രം പോലും പറയാത്ത ഒട്ടകപ്പക്ഷിയും കുരങ്ങും കുറുക്കനും വരെ, കാട്ടുമൃഗങ്ങളും വരെ ദൈവത്തെ ബഹുമാനിക്കുമെങ്കിൽ ഞാനും നിങ്ങളും എത്രയധികം ദൈവത്തെ ബഹുമാനിക്കണം. അവർക്കൊന്നും ഈ ദൈവശക്തി അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ, പക്ഷെ നമുക്കല്ലേ ഈ പദവി ഉള്ളത്. അതുകൊണ്ട് ദൈവശക്തിക്കായി വിട്ടുകൊടുത്തേ, ദൈവശക്തിക്കായി വിട്ടുകൊടുത്തേ. ദൈവശക്തിക്കായി മുമ്പുള്ളവയെ മറപ്പിച്ചുകൊണ്ട് പണ്ടുള്ളവയെ എടുത്തു മാറ്റിക്കൊണ്ട് കർത്താവ് പുതിയോന്ന് നിങ്ങളുടെ മേലിതാ ദൈവം അയക്കുകയാണ്. ഉത്ഭവിച്ചു വരത്തക്ക തരത്തിൽ, ഉത്ഭവിച്ചു വരത്തക്ക തരത്തിൽ അത് പോകും. നീ പിടിച്ചു വെച്ചെങ്കിൽ അത് വഴുതി പോകും. പക്ഷെ ദൈവത്തിന്റെ അനുകൂലതയോടുകൂടെ നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു ഭൗതിക നന്മയെങ്കിലും, ഒരു ആത്മീയ നന്മയെങ്കിലും, ഒരു ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എങ്കിലും, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് എങ്കിലും, അത് ഒരു നദിക്കും ഒഴുക്കിക്കൊണ്ടു പോകാനോ, ഒരു വെള്ളത്തിനും മുക്കാനോ, ഒരു തീക്കും ഒരു അഗ്നിജ്വാലയ്ക്കും ദഹിപ്പിക്കാനോ കഴിയില്ല. കാരണം ദൈവം നിന്റെ പേരിൽ തന്നതിന്, ദൈവം നിന്റെ പേരിൽ ഉളവാക്കിയതിന് ദൈവത്തിന്റെ മുദ്രയുണ്ട് അതിന്റെ പേരിൽ. ഇന്ന് കടഭാരങ്ങൾ ഇതാ യേശുവിന്റെ നാമത്തിൽ വീഴ്ത്താനുള്ള വഴികൾ ഉത്ഭവിക്കട്ടെ. രോഗികൾ സൗഖ്യമാക്കാനുള്ള വഴികൾ ഉത്ഭവിക്കട്ടെ. ദൈവത്തിനു വേണ്ടി നിൽക്കാൻ പദ്ധതിയും ആശയമുള്ളവന്റെ ജീവിതത്തിൽ അതിനുള്ള വഴികൾ ഉത്ഭവിക്കട്ടെ. വിശുദ്ധിയെ ദൈവത്തിനു വേണ്ടി നിലനിർത്താൻ ആഗ്രഹമുള്ളവർ അതിനുള്ള വഴികൾ ഉത്ഭവിക്കട്ടെ. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. ഓ, തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവതിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓരോ ദിവസവും ദൈവം അന്നും ഇന്നും എന്നും അനന്യൻ തന്നെ എന്ന് പറയുമ്പോഴും ദൈവത്തിന്റെ പ്രവർത്തികളും വാഗ്ദത്തങ്ങളും ആലോചനകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനന്യമല്ല. അത് വിസിബിളാണ്, അത് ടാഞ്ചിബിൾ ആണ്. പക്ഷേ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇൻടാഞ്ചിബിൾ വേൾഡിൽ നിന്നാണ്. അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ വേൾഡിൽ നിന്നാണ്. അത് നമുക്ക് ആത്മാവിലൂടെ മാത്രം നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയുന്ന, ആത്മാവിലൂടെ മാത്രം നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വേൾഡാണ്. ആ സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക്, ആ വേൾഡിലേക്ക് ആത്മാവിന്ന് രാത്രി നിങ്ങളെ എണ്ണി കയറ്റുകയാണ്. എന്താണെന്നറിയാമോ? ഞാനും നിങ്ങളുമൊക്കെ എണ്ണി ഒഴിവാക്കപ്പെട്ടവരാ. വാവ്, എത്ര നന്നായി ആ കുടുംബം നമ്മെ ഒഴിവാക്കിയത്, ആ വ്യക്തി നമ്മെ ഒഴിവാക്കിയത്, ആ വ്യക്തി നമ്മെ റിജക്റ്റ് ചെയ്തത്, ആ വ്യക്തി നമ്മെ പരിഗണിക്കാതിരുന്നത് എത്ര നന്നായി. കാരണം ഞാൻ ഇന്ന് ദൈവത്തിന്റെ സേനയോടുകൂടെയാണ്. ഞാൻ ആ രാജകീയ പുരോഹിത വർഗമാണ്. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങാം.
ഒരുങ്ങിടാം. ഈ വാഗ്ദത്തം, ഇന്ന് കേട്ട വാഗ്ദത്തം, ഇന്ന് കേട്ട ദൈവ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയാണ്. ആത്മാവ് പലരെയും തൊട്ടതുപോലെ. യൂട്യൂബിൽ എന്നെ കാണുന്ന ബിസ്നി, യൂട്യൂബിൽ എന്നെ കാണുന്ന ആൻലെറ്റ്, ജാസ്മിൻ, മോളി മാത്യു, വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഷേർലി എൽദോ, സ്മിത, ജേക്കബ്, ശാന്ത സുരേഷ്, ലാലമ്മ മൗലി, ഇന്ദുപ്രകാശ്, ജയ ശശി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിജിത വിശ്വസിക്കുന്നുണ്ടോ? ഷേർലി എൽദോ, ആമേൻ, ജയ ശശി. ഒത്തിരി പേർ, എനിക്ക് പേര് വായിക്കാനുള്ള സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. യൂട്യൂബിൽ ഈ ചാറ്റ് ചെയ്തേക്കുന്ന നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടോ? അവന്റെ വാഗ്ദത്തങ്ങൾ നിറവേറണമെങ്കിൽ ആദ്യം ഞാൻ ദൈവ ശബ്ദം കേൾക്കണം. എന്നോട് പറയാതെ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യില്ല. അത് ബ്ലെസ്സിങ് ആണെങ്കിലും അത് ചില പരിശോധനകളാണെങ്കിലും എന്നോട് പറയാതെ ദൈവം ചെയ്യില്ല. അനന്തരം അവനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നാണ് വചനം പറയുന്നത്. അപ്പൊ ആത്മാവ് നടത്താതെ, ആത്മാവിന്റെ നടത്തിപ്പില്ലാത്ത ഒരു ജീവിതം ഒരു പ്രാർത്ഥിക്കുന്നവന് ഉണ്ടാകരുത്. അവൻ അങ്ങനെ ഒരു ജീവിതം ഇല്ല. ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതം നമുക്ക് സാധ്യമല്ല. എന്നെ കൂടാതെ ഒരു നാളും നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്നാണ് യേശു പറയുന്നത്. കർത്താവേ, എന്നെ കാണുന്ന ഓരോ ജനത്തെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ദൈവശബ്ദത്തിനായി നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ക്രിയേറ്റ് ചെയ്തതിനായി, പണ്ടുള്ളതിനെ മറപ്പിച്ചുകൊണ്ട്, മുമ്പുള്ളതെല്ലാം മായ്ച്ചുകൊണ്ട് പുതിയതൊന്ന് ഇന്ന് ഉത്ഭവിച്ചതിനായി നന്ദി. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യൂട്യൂബിലും സൂമിലും ഞങ്ങളെ കണ്ട ഓരോ ദൈവമക്കളെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.